167 കോടി രൂപയുടെ പെന്റ് ഹൗസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കൂടിയ പെന്റ് ഹൗസുകളിൽ ഒന്ന്. ആ കിങ്ഫിഷർ ലോഗോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇത് ആരുടെ വീടാണെന്ന്. ഏകദേശം 9,000 കോടിയോളം രൂപ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നും കടമെടുത്ത് നാട് വിട്ട വിജയ് മല്യയുടെ സ്വന്തം ലക്ഷറി വീടാണിത്. പക്ഷെ ഇതുവരെ ഒന്നും മനസ്സമാധാനമായിട്ട് അതിനകത്ത് കിടന്നുറങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇനി ഈ ബിൽഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയും വലിയ ഒരു ടവർ വിജയ് മല്യ സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് മുറിക്കേണ്ടതായിട്ട് വരും. ആ കാണുന്ന വലിയ കിങ്ഫിഷർ ടവർ ഒരു ഭാഗം, അതുപോലെ അതിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന ലക്ഷറി പെന്റ് ഹൗസ് മറ്റൊരു ഭാഗം. ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് റിയൽ എസ്റ്റേറ്റ് സോൺ ആയിട്ടുള്ള ബാംഗ്ലൂരിലെ UB സിറ്റിയിലാണ് ഈ ഒരു ടവറും പെന്റ് ഹൗസും സ്ഥിതി ചെയ്യുന്നത്. മൊത്തം 4.5 ഏക്കറിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. 3 ടവറുകളിലായി മൊത്തം 34 ഫ്ലോറുകളാണ് ഇതിനകത്ത് വരുന്നത്. അതിൽ തന്നെ 81 അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത്. ഇനി ഓരോ അപ്പാർട്ട്മെന്റിന്റെ വലിപ്പം നോക്കുവാണെങ്കിൽ 8,300 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ്. ഓരോ യൂണിറ്റിനും വേണ്ടിയിട്ട് 1-2 അല്ല 5 കാർ പാർക്കിംഗ് സ്ലോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇൻഫോസിസ് ഫൗണ്ടർ ആയിട്ടുള്ള NR നാരായണമൂർത്തി ഇതിലെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിയത് 50 കോടി രൂപയ്ക്കാണ്. ഇനി അതല്ല, റെന്റലായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാസം വാടക വരുന്നത് 16 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയാണ്. ഇനി കിങ്ഫിഷർ ടവറിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ലക്ഷറി വീടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആകാശത്തിലെ ചെറിയ ഒരു കൊട്ടാരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 40,000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിന്റെ വലിപ്പം എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഹെലിപ്പാഡ്, ഇൻഫിനിറ്റി പൂൾ, പ്രൈവറ്റ് ഗാർഡൻ തുടങ്ങി ഒരുപാട് പ്രത്യേകതകളാണ് 2 നിലകളോട് കൂടിയ ഈ ഒരു അൾട്രാ ലക്ഷറി വീടിന് വരുന്നത്. വിജയ് മല്യയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഈ വീട്ടിലേക്ക് നേരിട്ട് തുറക്കുന്ന പ്രൈവറ്റ് ലിഫ്റ്റും ഈ ഒരു വീടിന്റെ പ്രത്യേകതയാണ്. പ്രസ്റ്റീജ് ഗ്രൂപ്പും വിജയ് മല്യയുടെ UBHലും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വലിയ പ്രൊജക്ട് ഇപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ.